മോദിക്കും കൂട്ടർക്കും ഇനി എന്താണ് പറയാനുള്ളത്? ഒരു പള്ളി പൊളിച്ച് അമ്പലം പണിതിട്ട് ആ അമ്പലത്തെയും മുച്ചൂട് മുടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊടുവിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം പടുതുയർത്തിയത്. ഈ ക്ഷേത്ര നിർമ്മാണത്തെയും അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളെയും തിരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ പ്രചാരണമാക്കിയിരുന്നു BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമെല്ലാം. ശരിക്കും അവർ ഇപ്പോൾ നിന്നിട കുഴിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ മോദിയും യോഗിയും ഒരുപാട് വിയർക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷാ വലയമുള്ളതും കോടിക്കണക്കിന് ഭക്തരുടെ വികാരങ്ങൾ കുടികൊള്ളുന്നതുമായ ഒരു ക്ഷേത്രത്തിൽ ഇത്തരമൊരു വൻ കൊള്ള നടന്നുവെന്നത് മോദിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖലയായ അയോധ്യ രാമക്ഷേത്രത്തിലെ കോടിക്കണക്കിന് രൂപയുടെ കാണിക്കപ്പണം തട്ടിയെടുത്ത കേസിൽ പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി അവിനാഷ് ശുക്ലയെ അയോധ്യ പോലീസ് ജയിലിൽ വെച്ച് 2 മണിക്കൂറോളം വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് സുരക്ഷാ പാളിച്ചകൾ മുതലെടുത്ത് നടത്തിയ ഈ വൻ കൊള്ളയുടെ ചുരുളഴിഞ്ഞത്. ക്ഷേത്ര സമുച്ചയത്തിൽ എവിടെയൊക്കെയാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്ന് പ്രതികൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ക്യാമറകളുടെ നിരീക്ഷണ പരിധിയിൽ വരാത്ത ബ്ലൈൻഡ് സ്പോട്ടുകൾ മുൻകൂട്ടി മനസ്സിലാക്കിയാണ് ഇവർ പണവുമായി നീങ്ങിയിരിക്കുന്നത്. ചില സമയങ്ങളിൽ പണം മാറ്റുമ്പോൾ ക്യാമറ കണ്ണുകളുടെ കണ്ണ് വെട്ടിക്കാൻ മറ്റ് പ്രതികൾ മനുഷ്യ കവചം തീർക്കുകയും കറുത്ത ബാഗുകൾ ഉപയോഗിച്ച് കാഴ്ച പൂർണ്ണമായി മറയ്ക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അതീവ ആസൂത്രിതമായാണ് പ്രതികൾ ഈ തട്ടിപ്പ് നടത്തിയത്. കാണിക്കേണ്ടുന്ന മുറിയിൽ നിന്നും മാറ്റുന്ന പണം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിനുള്ളിലെ ബാത്റൂമുകളിലാണ് പ്രതികൾ താൽക്കാലികമായി സൂക്ഷിച്ചിരുന്നത്. ലക്നൌവിൽ നിന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം പിന്നീട് അനുകൂലമായ സാഹചര്യം ലഭിക്കുമ്പോൾ ചെറിയ അളവുകളായിട്ടാണ് ഈ പണം സുരക്ഷാ പരിശോധനകൾ വെട്ടിച്ച് ഇവർ പുറത്തെത്തിച്ചിരിക്കുന്നത്. ഈ തട്ടിപ്പിന് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വലിയ രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വിശ്വാസികളുടെ വികാരങ്ങളെ മുൻനിർത്തി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ച BJPക്ക് വലിയൊരു തിരിച്ചടിയാണ് ഇത് നൽകുന്നത്. ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടവർ തന്നെ ഇത്തരം കൊള്ളകൾക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ അത് തടയുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ ഭരണകൂടമായ മോദി സർക്കാരിന്മേലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയാണ് തകരുന്നത്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ മോദി സർക്കാരിനുള്ളത്.